എങ്ങനെ സി വി ഉണ്ടാകും? അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ സി വി ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ എടുക്കുക. ലിങ്ക്ഡിൻ നിങ്ങളൊരു ബയോ ഉണ്ടാക്കുക. നിങ്ങൾ ഡാറ്റ എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങളതെല്ലാം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വ്യൂ പ്രൊഫൈലിൽ പോവുക. ശേഷം റിസോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ടു PDF ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സി വി ഡൗൺലോഡ് ആക്കുക. അത് ഒരു സി വി ഉണ്ടാക്കാൻ നമുക്ക് സി വി ഉണ്ടാക്കാൻ എളുപ്പ വഴിയാണ്. സി വി ഉണ്ടാക്കുക, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സി വി ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് സി വി ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാൽ നമ്മൾ കരിയർ ഫ്ലോ എന്ന എക്സ്റ്റൻഷന് നമ്മൾ യൂസ് ചെയ്യാം. ഇനി കരിയർ ഫ്ലോ എക്സ്റ്റൻഷൻ എന്ന് എന്താക്കുക ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ എക്സ്റ്റൻഷൻ ക്രോം എക്സ്റ്റൻഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾ എന്താക്കുക, നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്നൊരു ഇതുണ്ടാവും, ഇൻ്റർഫേസ് ആയിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്താക്കുക, ഡാഷ്ബോർഡ് പോവുക. അതിൽ ഡാഷ്ബോർഡ് പോയിട്ട് ഒപ്റ്റിമൈസ് റെസ്യൂം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടോ റെസ്യൂം വെച്ചാൽ ഇവിടെ ഉണ്ടോ? ശേഷം ക്രിയേറ്റ് ന്യൂ റെസ്യൂം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമുക്ക് മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം നമുക്ക് എന്താ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഇതിൻ്റെ ഒരു ഓഫറുണ്ട്. അതിനുള്ള ഒരു ക്രെഡിറ്റ് നമുക്കുണ്ട്. ഒറ്റ പ്രാവശ്യം നമ്മളെ സി വി മാത്രം ഒരൊറ്റ പ്രാവശ്യം നമുക്ക് ഉണ്ടാകാം. അപ്പോൾ സി വി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ട് പേജ് സി വി ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ കവർ ലെറ്റർ ആണെങ്കിൽ കവർ ലെറ്റർ ഇടുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. പിന്നെ പ്രൊഫഷണൽ ക്ലിക്ക് ചെയ്യുക. ഷോർട്ടാണ് ഷോർട്ട്, മീഡിയം ആണ് മീഡിയ, പിന്നെ സെലക്ട് ലാംഗ്വേജ്, പിന്നെ ഡിഫോൾട്ട് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എന്താകുക, എക്സ്പോർട്ട് റെസ്യൂം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് വേറെ ഉപകാരം എന്ന് വെച്ചാൽ, ഈ എക്സ്റ്റൻഷനെ കൊണ്ട് വേറൊരു ഉപകാരം, അത് എക്സ്റ്റൻഷൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്രോം പോവാം. ക്രോം കരിയർ ഫ്ലോ ആപ്ലിക്കേഷൻ ട്രാക്കറിന് ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ടു ക്രോം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ എക്സ്റ്റൻഷന് ഇവിടെ ഓപ്പൺ ആയി. ബാഡ് ആണെങ്കിൽ ഇവിടെ ബാഡ് കാണിക്കും. ക്രോമിന് അങ്ങനെ ഒരു സംഭവമാണ്. ബാഡ് ആണെങ്കിൽ ഇവിടെ റെഡ് കത്തും. അല്ലെങ്കിൽ ഇവിടെ വരും. കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ഓവർവ്യൂ ചെയ്ത കരിയർ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, ലിങ്ക്ഡിൻ, AI കവർ ലെറ്റർ, ജോബ് ആപ്ലിക്കേഷൻ ട്രാക്കർ ആൻഡ് ATM റെസ്യൂം ചെക്കർ. ATM റെസ്യൂം ചെക്ക് ചെയ്യുക. പിന്നെ ATM ഫ്രണ്ട്ലി ആണോ അല്ലാണ്ട് ചെക്ക് ചെയ്യുക. പിന്നെ AI കോപ്പി ഐഡൻറ്റിഫൈ കരിയർ ഒപ്റ്റിമൈസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് എന്താ ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ വന്ന് പിന്നെ അതിൻ്റെ കരിയർ യൂസ് ചെയ്യാനായിട്ട് കവർ ലെറ്റർ ഉണ്ടാകാം. പിന്നെ ഓട്ടോമേറ്റ് യുവർ ജോബ് സെർച്ച് അങ്ങനെ ഉണ്ടാകും. അങ്ങനെ സംഭവം ഉണ്ടാകും. അപ്പോൾ അത് ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിലൂടെ കണക്ഷനായി. ശേഷം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കരിയർ ഫ്ലോ വന്ന് ഇത് പിന്നെ ചെയ്യാം. പിന്നെ ഇവിടെ വരും. പക്ഷേ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോകും. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതിലാണ് ക്ലിക്ക് ചെയ്യുക. ഒപ്റ്റിമൈസ് പ്രൊഫൈലിന്
ഒപ്റ്റിമൈസ് പ്രൊഫൈൽ നമ്മളെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നത്. ഒപ്റ്റിമൈസ് പ്രൊഫൈൽ സൈനിങ് കൊടുക്കുക. പ്രൊഫൈലിൻ്റെ മിസ്റ്റേക്സ് എല്ലാം പ്രോബ്ലം ചെയ്ത് ചെറുങ്ങനെ റിപ്പോർട്ട് പോവുക. അപ്പോൾ നമ്മളെ മിസ്റ്റേക്സ് 86% നമ്മളെ ഇതുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഒപ്റ്റിമൈസേഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എന്താക്കാം, ലിങ്ക്ഡിൻ പ്രൊഫൈല് ഇതാണോ അല്ലാണോ നോക്കാം. നെക്സ്റ്റ് അടിക്കുക. മിസ്റ്റേക്സ് പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബാനർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എടുക്കുക. ഓരോന്ന് ഇതാക്കുന്നു, നോക്കുന്നതാണ് മിസ്റ്റേക്ക് നോക്കുന്നത്. പിന്നെ കണക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം, അബൌട്ട് ക്ലിക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ, സ്കില്ല്,